ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് തലവേദന വരാറുണ്ട് അല്ലേ? കണ്ണുവേദന വരും, ചെവിവേദന വരും, വയറുവേദന വരും, കൈവേദന വരും, കാലുവേദന വരും. അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. മനുഷ്യന്മാരാണ്, അസുഖങ്ങൾ വരും അല്ലേ? അപ്പോൾ വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ചികിത്സിച്ച് മാറും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അസുഖമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ചില അസുഖങ്ങളെക്കുറിച്ച് പറയാനും ആ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സകളെ കുറിച്ച് പറയാനുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല, ശോകമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത്? കണ്ടവരുടെ മെക്കെട്ട് കയറിക്കൊണ്ടായിരിക്കരുത്. കണ്ടവരുടെ മെക്കെട്ട് കയറുമ്പോൾ ചിലർക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ള സന്തോഷമല്ല, അത് ഒരു നെഗറ്റീവായിട്ടുള്ള സന്തോഷമാണ്. അതൊരു തരം അസുഖമാണത്. അപ്പോൾ ആ അസുഖത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബർ അർജുൻ, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞല്ലോ, ഭാര്യ അപർണ. അപ്പോൾ അവരുടെ കല്യാണ സമയത്ത് യൂട്യൂബിൻ്റെ അകത്ത് പലതരത്തിലുള്ള അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ചാനൽസും അവരുടെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജഡ്ജ്മെൻ്റലായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. കുറേ ആയാലും നമ്മളതൊക്കെ കാണുന്നു. അങ്ങനെ നോക്കിയ സമയത്ത് ആ ഒരു ഗസ് തെറ്റിയില്ല. പല ആൾക്കാരും പലതരത്തിലുള്ള ജഡ്ജ്മെൻ്റലായിട്ടുള്ള കമൻറ്റ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഭീകരമായിട്ടുള്ള ഇൻസൾട്ടിങ് ലെവൽ കമ്പാരിസൺ, അർജുനെയും അല്ലെങ്കിൽ അപർണയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള ലെവൽ കമ്പാരിസൺ. അതൊരു തരം അസുഖമാണത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇൻസൾട്ടിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ബോഡി ഷെയ്മിങ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ പറയും ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അഭിപ്രായം പറയുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ന്യായം പറയുന്ന ആൾക്കാരോട് എനിക്ക് തിരിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നിങ്ങൾ അവരെ വേദനിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ വേദനിപ്പിക്കൽ, ഇത്തരത്തിലുള്ള വേദനിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു രോഗമാണ്. അത് അർജുനോ അല്ലെങ്കിൽ അപർണയ്ക്കോ ഉള്ള രോഗമല്ല. അവരെ ഓരോ തരത്തിലുള്ള പലതരത്തിലുള്ള കമ്പാരിസൺസ് നടത്തുന്ന ആളുകൾക്കൊരു രോഗമാണെന്നുള്ളതാണ് ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കമൻസാണ് വരണമെന്നൊന്നും ഞാൻ ആക്ച്വലി പറയുന്നില്ല. ബിക്കോസ് അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവരെ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ്, അതായത് ഈ പറഞ്ഞ കപ്പിൾസിനെ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ്. സോ കമൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ, ഇവിടെ ആളുകൾ സെലിബ്രിറ്റീസിൻ്റെ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് അവരുടെ താഴെ പോയിട്ട് എന്തൊക്കെ തരത്തിലുള്ള കമൻറ്റ് ഇടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അത് ഏത് തരത്തിലായിക്കോട്ടെ, അത് ബോഡി ഷേമിങ് ആയിക്കോട്ടെ, അതല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ആൾക്കാർ കയറി അങ്ങ് എട്ടവെട്ട് തൂറി മെഴുകി അങ്ങോട്ട് വെക്കും. ഞാൻ സത്യത്തിൽ ഇത് മുമ്പ് തൊട്ടേ അങ്ങനെ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള കമൻസൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാൻ അന്നൊന്നും കണ്ടൻ്റായിട്ട് ചെയ്യാതിരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ അതിനിപ്പോൾ വെറുതെ അറിയാത്ത ആൾക്കാരെയും കൂടി എടുത്ത് കാണിച്ച് കൊടുത്തിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ അർജുൻ്റെ വൈഫ് അപർണ സ്റ്റോറി ഇട്ടേക്കുന്നത് കണ്ടായിരുന്നു. അത് അവരുടെ തന്നെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട്, അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അവരിട്ട ഫോട്ടോൻ്റെ താഴെ പോയിട്ട് തന്നെ ഭീകരമായൊരു കമൻറ്റ് ഒരാൾ ഇട്ടിരിക്കണം. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല. അതൊരു കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് ആണത്. അപ്പോൾ ആ കമൻറ്റ് ഇടുന്ന വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത് വായിക്കുന്ന ആൾക്ക് ഹൗ ദേ ഫീൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ബോധേഡല്ല, കമൻ്റ് ഇട്ടവർ ബോധേഡല്ല. അപ്പോൾ എന്താണ്, അപർണ അത് അഡ്രസ്സ് ചെയ്തു. അപർണ അത് സ്റ്റോറി ആയിട്ടിട്ട സമയത്ത് ഐ തോട്ട് ഓക്കെ, ഇത് വിഷയമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാനിത് തൊടുവില്ല. കാരണം
ഇതൊരു പുതിയ കണ്ടന്റ് ഒന്നും അല്ല. കാരണം ഇതിന് മുമ്പും പല ആൾക്കാരുടെയും കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾ കമന്റ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കമന്റ് മാത്രം എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അതൊരു എന്താ പറയുക, നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണതിൽ അർത്ഥമില്ലല്ലോ. പക്ഷെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. സെൽഫായിട്ട് റിയലൈസ് ചെയ്യുക. ഇപ്പം അർജുൻ്റെയും അവരുടെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, അവരുടെ കല്യാണം കഴിഞ്ഞു, ദേ ആർ ഹാപ്പി. അവര് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ സൊസൈറ്റിയിലുള്ള ആളുകളെ ചീത്ത വിളിക്കാനോ സൊസൈറ്റിയിലുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് കയറാനോ അല്ലെങ്കിൽ അവർ കയറിയിട്ട് ആരെയും ജഡ്ജ് ചെയ്യാനോ ബഹളം വയ്ക്കാനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ അവർ അതിനൊന്നും വരുന്നില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ സന്തോഷമായ ഒരു കാര്യം, അവരുടെ കല്യാണം അവർ സ്നേഹിച്ച് കെട്ടി. അത് എന്താണ്, അർജുൻ ഒരു കുറേ ആളുകൾ അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത് എന്താണ് പബ്ലിക്കിലേക്ക് അയാളുടെ വെഡ്ഡിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കണം നമുക്ക്. അല്ലാണ്ട് പബ്ലിക്കിൽ അവർ ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണുന്നത് കൾച്ചറില്ലായ്മയും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ടുമാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. പച്ചയ്ക്ക് പറയാം. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെറും വിഡ്ഢികളും തീരെ എഡ്യൂക്കേറ്റഡ് അല്ലാതെ, എഡ്യൂക്കേഷൻ പറഞ്ഞാൽ പുസ്തക പഠനത്തെ കുറിച്ചല്ല പറയുന്നത്, കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല, വിവരമില്ലായ്മ ഉള്ള ആൾക്കാരാണ് അതിൽ കയറിയിട്ട് ഇടപെടാനും തൊലിക്കാനും പോകുന്നത്. അവർ കിട്ടി ദേ ആർ ഹാപ്പി ആൻഡ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡ്രസ്സിങ്ങിലോ അവരുടെ രൂപത്തിലോ അവർക്ക് വിഷയമില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സന്തോഷം കണ്ട് നമ്മൾ മനുഷ്യന്മാർക്ക് സന്തോഷിക്കാൻ കഴിയണം. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കഴിയണം. ബാക്കിയുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാനും കഴിയുന്നില്ല, അവരെ കയറി ജഡ്ജ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മാനസിക വൈകല്യമാണേ. അതാണ് ഞാൻ പറയുന്നത്, ഒരു മാനസിക വൈകല്യം അത്. അപ്പോൾ അതിൻ്റെ ചികിത്സയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ അസുഖമാണെന്ന് മനസ്സിലാക്കാൻ ചില ആൾക്കാർക്ക് പറ്റില്ല. അപ്പം ഇത് മനസ്സിലാക്കണം, ഇതൊരു അസുഖമാണെന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു എന്താ പറയുക, പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്, ക്യാരക്ടർ ഇഷ്യൂ ആണത്. മനസ്സിലായോ? ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ളൊരു ഇഷ്യൂ ആക്ച്വലി ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയോ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. അതാണ് ചികിത്സ. മരുന്നൊന്നും കഴിക്കണ്ട. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിൽ പോവുക, കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ വേണ്ടി പോവുക. അവരോട് പറയുക, എനിക്ക് ഒരാളുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ വെഡ്ഡിങ് വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് അവരുടെ രണ്ടുപേരുടെയും എന്താണ് പറയുക ശരീരഭാഷയെയും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിനെയും ഒക്കെ എനിക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാനും അല്ലെങ്കിൽ അവർ ചേരില്ല ഇവർ ചേരില്ല എന്നുള്ള രീതിയിൽ പറയാനുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ട്. എനിക്കിത് മാറ്റണം, എനിക്കുള്ളൊരു ഇഷ്യൂ ആണത്, നിങ്ങളൊന്ന് എന്നെ കൗൺസിൽ ചെയ്യണമെന്ന് പോയി പറയുക. ഇതാണ് നിങ്ങളുടെ അസുഖമായിട്ട് നിങ്ങൾ ഡോക്ടറോട് പോയി പറയേണ്ടത്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പോയി പറയേണ്ടത് ഇതാണ്, ഇതൊരു അസുഖമാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവർ വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തരും. ഒരു 15 ദിവസം 20 ദിവസമൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിങ് ഇത് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. എടുക്കുക, നല്ലതാണ്. അതിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആക്ച്വലി പറ്റും. അനാവശ്യമായിട്ടുള്ള വഴക്കില്ലാതെ നിങ്ങൾക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓവർ തിങ്കിങ് ഇല്ലാതെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അവനവൻ്റെ സന്തോഷത്തിൽ അവനവൻ്റെ സന്തോഷം, ആൾക്കാരെ വേദനിപ്പിക്കാതുള്ളൊരു സന്തോഷം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ മെക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ അതൊക്കെ കൗൺസിലിംഗ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ട്രെയിനിങ്ങിന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ വീണ്ടും പറയണേ, ഇത് ഒരു അസുഖം തന്നെ. നമുക്ക് തലവേദനയും കാലുവേദനയും കൈവേദനയും വയറുവേദനയും മറ്റുള്ള എന്ത് അസുഖങ്ങൾ വരുന്ന പോലെയും ഒക്കെ ഉള്ളൊരു അസുഖമാണിത്. മനസ്സിലായോ? ഒഫീഷ്യലി ഇതൊരു രോഗം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊരു കൈൻഡ് ഓഫ് ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഒരു രോഗമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രോഗമല്ലാതെ ആകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ രോഗമുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഇവിടെ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ചെയ്യേ. പിന്നെ ഈ പറഞ്ഞ ഒരാളുടെ ഇപ്പോൾ ഒരു ഉപ്പുമുളകും എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഞാൻ ഉദാഹരണമായിട്ട് പറയണം. ഉപ്പുമുളക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം, അതിൽ കേശു എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്, മെർലിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതിൽ കുറേ ആൾക്കാർ ഞാൻ എപ്പിസോഡൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ പോയി നോക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പറയുവേ, കേശുവിന് ചേരാത്ത പെണ്ണ്, കേശുവിന് ചേരാത്ത പെണ്ണ്, കേശുവിന് ചേരാത്ത പെണ്ണ്, കേശുവിൻ്റെ ചേച്ചിയെ പോലെ ഇരിക്കണോ. ഒരു സീരിയൽ കണ്ടിട്ട് പറയുന്ന പറച്ചിലാ. ഈ സീരിയൽ കണ്ടിട്ട് പറയുന്ന പറച്ചിൽ ഇവർ യഥാർത്ഥ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരെയും ഇതുപോലെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് കേൾക്കുന്ന ആൾക്കാരോടാണ്. നിങ്ങൾ ഈ ലൂസേഴ്സ് പറയുന്നതിലൊന്നും നിങ്ങൾ ഹേർട്ടാവുകയോ
അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ ഒരു ഇൻസെക്യൂർഡായിട്ട് നിങ്ങൾ വഴക്കിടാനോ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾ ഇൻസെക്യൂർഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കണ്ട പട്ടികൾ ഇങ്ങനെയുള്ള കുരയ്ക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ഇൻസെക്യൂർഡ് ഫീൽ വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ വന്ന് നിങ്ങൾ ബഹളം വയ്ക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ജീവിതം തൊലഞ്ഞു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ ഇടയിൽ അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻ്റ് ആവുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ ശരീരം, അതിപ്പോൾ ഒരാൾ ചിലപ്പോൾ ഹൈറ്റ് ഉണ്ടാവാം, ഒരാൾ ചിലപ്പോൾ ഹൈറ്റ് ഉണ്ടാവില്ല, ഒരാൾക്ക് തടി ഉണ്ടാവാം, ചിലപ്പോൾ തടി ഉണ്ടാവാത്ത ഒരു കാര്യം വരും. ഇത് ഒരു കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് അത് ഈ സോ കോൾഡ് ചേർച്ച, അതൊക്കെ വേണ്ടിയിട്ടല്ല. നമ്മൾ ഒരു ശരീരഭാഷയിൽ ഉണ്ടാകുന്നൊരു ചേർച്ചയല്ല മനുഷ്യന്മാർ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ടതേ. അത് ഫസ്റ്റ് മനസ്സിലാക്കി. ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായി? ശരീരം തമ്മിലുള്ള ചേർച്ച അല്ല ഉണ്ടാവേണ്ടതേ. ഇത് ശാരീരികമായിട്ട് രണ്ടുപേരും കറക്റ്റ്, ഇപ്പോൾ ഈ സോ കോൾഡ് കറക്റ്റ്നെസ്സിനെ ഞാൻ കുറിച്ചാണ് പറയണത്. എക്സാക്ട്ലി ഈ പറഞ്ഞ കറക്റ്റിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സോ കോൾഡ് ഈ പറഞ്ഞ കറക്റ്റ് ബോഡി ഷേപ്പ്, കറക്റ്റ് ആൾക്കാർ തമ്മിൽ, ഈ സോ കോൾഡ് കറക്റ്റ് ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് അവർ തമ്മിൽ മാനസികമായിട്ട് ചേർച്ചയില്ല, മാനസികമായിട്ട് ഇൻട്രസ്റ്റുകളിൽ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, 24 മണിക്കൂർ അടിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഈ പറഞ്ഞ സോ കോൾഡ് ശാരീരിക ചേർച്ച ഉണ്ടായിട്ട് എന്ത് മൈരാ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ രൂപം എങ്ങനെ ഇരുന്നാലും, കപ്പിൾസിൻ്റെ ഇടയിൽ രണ്ടുപേരുടെ രൂപം ഏത് രീതിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലൊന്നും കാര്യമില്ലെന്നുള്ളതാണ്. അവർ തമ്മിലുള്ള, അത് ഏത് കപ്പിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ തമ്മിൽ സന്തോഷമുണ്ട് ജീവിതത്തിൽ, അവർ അണ്ടർസ്റ്റാൻഡിങ്ങാണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് കരിയർ ബിൽഡ് ചെയ്യാനുള്ള എന്താ പറയുക ഹെൽപ്പും കാര്യങ്ങളൊക്കെ മാനസികമായിട്ടുള്ള ഇതിലെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സക്സസ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ കുറേ ആളുകൾക്ക് ഇല്ല. അതുകൊണ്ടാണ് ആൾക്കാർ വളരെ സില്ലിയായിട്ട് ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത്, അത് ആരും ആയിക്കോട്ടെ, ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ ചർച്ചയില്ല, ഇവരിതെങ്ങനെ ഇരിക്കുന്നു, ഈ നിറം, ഇവരിതാ ഈ നിറം, മറ്റവർ മറ്റേ നിറം എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതും. ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. നിങ്ങളെ നേരിട്ട് വന്നിട്ട് ഒരാൾ ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ തട്ടിക്കയറാനോ ബഹളം വയ്ക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നശിപ്പിക്കരുത്. അവരുടെ അടുത്ത് ബഹളത്തിനോ നിങ്ങൾ ചോദ്യം ചെയ്യാനോ പിടിക്കാനോ ഒന്നും പോകരുത്. ബിക്കോസ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെച്ചോർഡാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചോണ്ട് മറുപടി നൽകുക. ശരി, ഓക്കെ, ഇതാണ് അങ്ങനെ കൊടുക്കാൻ നല്ലത്. അങ്ങനെ തിരിച്ച് മറുപടി കൊടുക്കുന്ന സമയത്ത് അതിലും വലിയൊരു ഇൻസൾട്ട് അപ്പുറത്ത് നിൽക്കണതിനില്ല എന്നുള്ളതാണ് സൈക്കോളജിക്കലായിട്ട് ഉള്ളൊരു തിങ് എന്ന് പറയുന്നത്. നമുക്ക് ഹേർട്ടാവും അവർ പറയുന്നത്. പക്ഷെ നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് ബഹളം വയ്ക്കാനോ നിങ്ങൾ അവരുടെ അടുത്ത് തട്ടിക്കയറാനോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫൂളായി പോവും. അവർക്ക് നമ്മൾ മറുപടി കൊടുക്കണം. അത് വെർബലിയോ നമ്മൾ ഫിസിക്കലിയോ കയറി ചെന്നിട്ടല്ല മറുപടി കൊടുക്കേണ്ടത്. ബുദ്ധിപരമായിട്ട് മെച്ചോർഡായിട്ട് നമ്മൾ പിന്നെ അവരെ വില വയ്ക്കാൻ പോലും പാടില്ല. നമ്മൾ പിന്നെ അവരുടെ അടുത്ത് മിണ്ടാൻ വേണ്ടി പോകാൻ വേണ്ടി പാടില്ല. പിന്നെ ഒരു ഒക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. നമ്മൾ തിരിച്ചങ്ങോട്ട് അവരെ ഒന്നും പറയാൻ പോരുത്, ഇൻസൾട്ട് ചെയ്യാനോ ഒന്നിനും പോരുത്. നമ്മൾ അവരെ കാണുമ്പോൾ അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനസ്സിലായ? അങ്ങനെ കൊടുക്കാവൂ മറുപടി. അതിലും മികച്ച മറുപടി വേറെ ഇല്ല.